നഴ്സിംഗ് പഠിക്കാൻ ബോയ്സിന് കർണാടകത്തിലും തമിഴ്നാട്ടിലും സീറ്റില്ല. നിങ്ങൾ കേട്ട സത്യമാണോ? തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. കാര്യം ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഓൾമോസ്റ്റ് മിക്ക കോളേജസിലും 5-10% സീറ്റ്സ് മാത്രമായിരുന്നു ബോയ്സിന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സമയത്ത് പോലും ഗേൾസിന് എന്താണോ ഫീസ് അതിൽ നിന്ന് ഒരു 50 to 1 lakh എക്സ്ട്രാ കൊടുത്തിട്ട് വേണമായിരുന്നു ബോയ്സിനുള്ള സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് അഡ്മിഷൻ വളരെ പീക്ക് ടൈമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടുമിക്ക നല്ല കോളേജിലെല്ലാം സീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഒരു ആവറേജ് അതല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയുന്ന കോളേജിൽ മാത്രമാണ് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിനായിട്ട്, അതായത് ഇങ്ങനെ നിങ്ങൾ നഴ്സിംഗ് നോക്കുന്ന ബോയ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ചിലവ്, അതായത് ലിവിങ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഇന്ത്യയിൽ ഒരു നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന അതേ എക്സ്പെൻസ്, പക്ഷേ നിങ്ങൾക്കൊരു യൂറോപ്യൻ കോണ്ടിനെന്റിലുള്ള കൺട്രിയിൽ പഠിക്കാൻ പറ്റും. കൂടാണ്ട് ആ രാജ്യത്തിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഓൺ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾ 3 years കഴിയുമ്പോഴത്തേക്ക്, അതായത് നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആയിട്ട് സ്റ്റാർട്ടിംഗ് സാലറി മിനിമം ഒരു 2.5 lakh മുതൽ തന്നെ സാലറി വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്ത് ലൈഫ് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ. അതായത് നേരത്തെ ആ കോളേജും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ കോളേജ് വരുന്നത് അസർബൈജാൻ എന്ന് പറയുന്ന വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി, അതായത് റിച്ചസ്റ്റ് കൺട്രി എന്ന് പറയാൻ കാരണം അവിടുത്തെ മണി വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ 1 മനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ 50.7 രൂപയാണ്. അതായത് ഇന്നത്തെ ഓസ്ട്രേലിയൻ ഡോളർ തന്നെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഓസ്ട്രേലിയൻ ഡോളർ ഈക്വൽ ടു 56 rupees ആണ്. സോ ഓസ്ട്രേലിയൻ ഡോളറിനോട് പോലും അടുത്ത് വരുന്ന ഒരു മണി വാല്യൂ ഉള്ള ഒരു കൺട്രിയിൽ, വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടത്തുന്ന ഓൺ ക്യാമ്പസിൽ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. അതായത് 3 yearsലേക്കുള്ള നഴ്സിംഗിന് വരുന്ന നിങ്ങളുടെ ആകെ ചിലവെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് കൂടെ ചേർത്തിട്ട് ഓൾമോസ്റ്റ് 11 ലക്ഷം സംതിങ് മാത്രമേ വരുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയം തന്നെ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നാട്ടിലെ നഴ്സിംഗ് ഏകദേശം 4 വർഷം പഠിച്ച് 1 year എക്സ്പീരിയൻസും എടുത്ത് 1 year ലാംഗ്വേജ് ട്രെയിനിങ്ങിനും പോയാൽ മാത്രമേ അവർക്ക് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ എത്തിപ്പെടാൻ പറ്റൂ. മറിച്ച് നിങ്ങൾ അസർബൈജാനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 3 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരെ ജർമ്മനിലേക്ക് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറും കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ B1 ലെവൽ എക്സാം പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇയറിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ കണ്ടീഷണൽ ഓഫർ ലെറ്ററോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ജർമ്മൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള കണ്ടീഷണൽ ഓഫർ ലെറ്ററോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ആക്കാൻ താല്പര്യമുണ്ട്, നല്ലൊരു